ഹായ്, ഇതിൽ ഷഗിരി വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് ഞങ്ങളെ വീട്ടിൽ രണ്ടാം വർഷമാണ് ഞങ്ങൾക്ക് ഇതിന് ഫ്രൂട്ട്സ് പറിക്കുന്നത്. മൂന്നാം ട്രിപ്പാണ് ഞങ്ങളിതിൽ പറിക്കണത്. മൂന്ന് പ്രാവശ്യമായിട്ട് പറിച്ചത്. ഇത് പറിച്ചാട്ടാ ഡ്രാഗൺ ഫ്രൂട്ടാണ്. ഇന്ന് ഞങ്ങൾക്കൊരു 6 എണ്ണമാണ് പറിക്കാനുള്ളത്. കണ്ടോ നോക്കിയാൽ 2, 3, 4, 5, 6 ഉണ്ട്. എൻ്റെ കയ്യിലൊന്നുള്ളവർക്ക് 6. പിന്നെ ഇതിപ്പോൾ 2 ദിവസം കൊണ്ട് പൂവായതാണ്. പിന്നെ മുട്ടുണ്ട് 3 മുട്ട് കണ്ട എടുത്തെടുത്തുണ്ടായത്. ഇത് ഉണ്ടാക്കേണ്ട പ്രത്യേകത എങ്ങനെയാ വെച്ചാൽ, ഇത് നമ്മൾ ഉണ്ടാക്കേണ്ട എങ്ങനെയാ വെച്ചാൽ, ഈ സാധനം എനിക്ക് പറ്റിപ്പോയ ഫാൾട്ട് ഉണ്ടല്ലോ പറഞ്ഞിട്ട്, ഒരിക്കലും ഇത്ര മണ്ണ് നിറയ്ക്കാൻ പാടില്ല. ഇത് മേൽവേര ഉണ്ടാ കണ്ട, അതിന്റെ വേരുകൾ ഉണ്ടാ ഇവിടെയാണ് വന്നത്. ഇത് ചട്ടിന്ന് മേലെ കൂടെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വന്നാണ്ട വേര് മേൽവേര ഉണ്ടാക്കുക. അപ്പൊ ഇവിടുന്ന് വരുന്ന വളങ്ങളൊക്കെ ഇത് വലിച്ചെടുക്കണ്ട്. ഞാൻ അത് ഒരു ചട്ടിക്ക് വരാം, ചട്ടി പൊട്ടിപ്പോയിട്ട് വെച്ചിട്ട് ചെറിയൊരു കന്നാസ് വെട്ടിവെച്ച ഉണ്ടാ, അതിലാണ് ഈ സാധനം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത് വലിയ ഡ്രമ്മോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യം. നല്ല വെയിൽ വേണം. നമുക്ക് ഇതിന് നനയ്ക്കലും വളരെ കുറവ് മതി. വളരെ ചുരുക്കമായിട്ട് നനച്ചെടുത്തത്. ഞങ്ങളിതിന് ഇടുന്ന വളങ്ങളെന്ന് വെച്ചാൽ മണ്ണിര കമ്പോസ്റ്റ് അതിലിട്ട് കൊടുക്കുന്നത്. മണ്ണിര കമ്പോസ്റ്റും പിന്നെ പശുവിൻ്റെ മൂത്രവും ചാണകം കൂടെ കലക്കിയിട്ടുള്ള സ്ലറി. ഇതാണ് ആ സ്ലറി. ഇത് ഞങ്ങൾ നേർപ്പിച്ചുകൊണ്ട് ഒഴിക്കും ഡ്രമ്മിൽ. അത് ഭയങ്കര വളമാണ്. ഇത് അങ്ങനെ ഡിസംബർ വരെ, ഒരു വേനൽക്കാലം വരെ ആയിട്ടാണ് ഇതിൻ്റെ കായ വരിക. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് എങ്ങനെയാണെന്ന് ഓർമ്മയില്ല. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ കായൻ്റെ അടയാളങ്ങളാണ് കേട്ടാ. ഇതിൻ്റെ തൈകളും ഞങ്ങളിവിടെ സെയിലുണ്ട് കേട്ടാ. ഒരു അടിക്ക് 30 രൂപ തോതിലാണ് ഞങ്ങൾ കൊടുക്കേണ്ടത്. എവിടെയൊക്കെ അങ്ങനെ അയച്ചും തരും. ഇതെല്ലാം ഞങ്ങൾ കായ്ക്കണേൻ്റെ മാത്രമേ തരുള്ളൂ. ഇത് നല്ല വെയിൽ വേണം. വെയിൽ കുറഞ്ഞിട്ടാണ് ഈ കമ്പിനൊക്കെ അത്ര വണ്ണം കുറവ്. വെയിലുള്ളവർക്ക് നല്ല വണ്ണല്ലേ. അപ്പോൾ ഇതിന് വേനൽക്കാലത്ത് വെച്ചാൽ നനയൊക്കെ 15 ദിവസം കൂടുമ്പോൾ ഒരു ഒറ്റ പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി. അത്രയും കുറവ് നന മതി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വീട്ടിലുണ്ടാക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ടിന് ടേസ്റ്റ് നല്ല മധുരമാണ്, നല്ല ടേസ്റ്റാണ്. ഇതിൽ എന്തൊക്കെ വിറ്റാമിൻ എത്ര അടങ്ങിയ സാധനമാണെന്ന് പറയുന്നത്. പിന്നെ പീടികയിൽ വാങ്ങണ ഡ്രാഗൺ ഫ്രൂട്ടിനൊക്കെ മധുരമില്ലാത്ത എന്താ വെച്ചാൽ, അത് മൂക്കണേൻ്റെ മുന്നേ അവർ പറിക്കും. മൂക്കണേൻ്റെ മുന്നില്ല, പഴുത്ത് കണ്ടുകൊടും പറിച്ചൊന്നിച്ച് പാക്ക് ചെയ്ത് അയക്കുന്നില്ല. ഒരു മാസം വെച്ചിട്ടൊക്കെ അവർ വിൽക്കുക. അതിനോണ്ടാണ് ഇത് മധുരമില്ലാത്തത്. ഞങ്ങളെന്ന് വെച്ചാൽ നല്ല മധുരവും നല്ല ടേസ്റ്റുമാണ്. ഞങ്ങൾക്കിതിപ്പോൾ വിൽപ്പനയ്ക്കൊന്നും ആയിട്ടില്ല. ഞങ്ങൾക്കിപ്പോൾ ഒരു 6-7 ചട്ടിയിൽ കുറച്ചുണ്ടായതാണ്. അപ്പോൾ അത് നല്ല ഇതായപ്പോൾ നമ്മൾ പറിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ പറിച്ച് തിന്നാനൊരു നല്ല ടേസ്റ്റുള്ളതാണ്. ഇതൊന്ന് ചെറുതാട്ടാ, ചെറുത് നല്ല വലുതാണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമല്ല, ഞങ്ങൾക്ക് ഇവിടെ പല കൃഷികളും ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഞാൻ എന്താ വെച്ചാൽ, ഡ്രാഗൺ ഫ്രൂട്ടിന് ടൈം കഴിഞ്ഞാൽ ഞാനിവിടെ പയർ കയറ്റി ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വള്ളിയിലേക്ക്. ഇതുണ്ടായി. ഇനി ഒന്ന് അവിടെ ഉണ്ട്. ഇതുണ്ട്. ഇതിൽ പൂവാണ് ഇപ്പം ഇങ്ങനെ ഉണങ്ങിപ്പോവും. ഇത് ജ്യൂസൊക്കെ അടിച്ചാൽ നല്ല ടേസ്റ്റാണ്. ഇത് പിടിക്കാൻ കഴിയില്ല, എങ്ങനെ പിടിച്ചാലും മുള്ള. അപ്പോൾ അത് പെട്ടെന്ന് ആർക്കും പറിച്ചുണ്ടാവാനും കഴിയില്ല. കണ്ടോ ഇതിൻ്റെ കളർ ഉണ്ടല്ലെങ്കിൽ ഞാൻ കട്ട് ചെയ്യുമ്പോൾ കാട്ടാക്കി. ഇത്രയും റോസാണ്. കൈമലൊക്കെ നമുക്ക് കളർ കൈമലാവും. അത്രയും ടേസ്റ്റി സാധനമാണ്, ടേസ്റ്റി ഫ്രൂട്ട്സാണ്. മുള്ളു മുറിക്കുമ്പോൾ കയറണ വരിക, അത്രയ്ക്ക് മുള്ളാണിത്. കണ്ട പൂവണ്ട, ഇവിടെയൊക്കെ മുട്ടുകളാണ്. എപ്പോൾ കണ്ടാട്ടെ 8 അടിയിലേക്ക് പോയത് മുട്ടുണ്ടായിട്ടാ. അവിടെയൊക്കെ മുട്ട. ഒരു 5 എണ്ണം ഒരു ട്രിപ്പിന് ഞങ്ങൾക്ക് ഒരു 7 എണ്ണം 8 എണ്ണൊക്കെയാണ് ഇപ്പോൾ കിട്ടണത്. ഇതൊക്കെ ഒരു രസമല്ല നമ്മളെ വീട്ടിൽ നിന്നുണ്ടാക്കി പറിച്ച് കഴിക്കാനൊരു. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ജീവികൾക്കും ഇത് കഴിക്കാൻ വേണ്ട. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം. അപ്പം എൻ്റെ ഈ പോസ്റ്റുകൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇതിൻ്റെ തൈകൾ വേണമെങ്കിൽ നമ്മളെ ഇതിൽ നമ്പർ തരികയാണെങ്കിൽ തൈകൾ ഞങ്ങൾ ETPS കൊറിയർ എത്തുന്ന സ്ഥലത്താണെങ്കിൽ അയച്ചു. ഇത് വണ്ണം കുറവ്, നല്ല ടേസ്റ്റിന് നല്ല മധുരമുള്ള സാധനം. 3 കൊല്ലം കേട്ടോ ഇത് കായ്ക്കാൻ, ശരിക്കും കായ്ക്കുന്നത്. പിന്നെ കായ്ച്ച കമ്പാണ് കട്ട് ചെയ്തതെന്ന് വെച്ചാൽ കൊല്ലം അടുത്തെല്ലാം തന്നെ കായ്ക്കും. നല്ല വെയിലത്ത് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ പിന്നെ നാളെ പറിക്കാച്ചിട്ടാണ് അതിനകത്ത് ആവണുള്ളൂ. ഇത് പോസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം.